ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോൻ്റെ മുട്ട എടുക്കലും നിശ്ചയമൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആച്ചിലോറി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരുന്ന വാനിലാട്ടോ എല്ലാവരും വരുന്നത്. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഇനി ചിലവർക്ക് ഇഷ്ടമുണ്ടാകും വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെ എല്ലായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല, പോലെ തന്നെ സ്റ്റിക്കർ വെച്ച് അങ്ങനെ മറിച്ചിക്കുകയാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും താത്തയും ഞങ്ങളെ പണ്ടത്തെ ഉമ്മാൻ്റെ ആദ്യത്തെ പേരൻ്റെ തൊട്ടടുത്തുനിന്നാണ് കേട്ടോ പെണ്ണ് അമ്മോൻ്റെ മോനിക്ക്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടാലേ അറിയാം എന്തായതൊക്കെ എന്നൊക്കെ. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരുന്നു കേട്ടോ. ആദ്യം ഉമ്മൻ്റെ പഴയ പെരേനും ഉപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മൂമാരെ പെരൻ്റെ തൊട്ടടുത്ത് സ്വന്തം വീട് മേടിച്ചിട്ട് അങ്ങോട്ട് മാറി ഈ പെര വാടക കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. വലിയ വീടൊന്നുമല്ല, ചെറിയ കുട്ടി വീടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല വയ്യ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങളുണ്ടാകുന്ന സമയത്ത് ചെറിയൊരു ഇടവയ്യന് അത്ര വീതിയൊക്കെ ഉണ്ട്. പക്ഷെ ആകെ ചളിയും മണ്ണും ചേറൊക്കെ ആയിക്കാരം കേട്ടോ. ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ പെരൻ്റെ അവിടെ എത്തുമ്പോഴത്തേന് ആകെ ചേറിൽ ആയിട്ട് കുളിച്ചിട്ടുണ്ടാവും കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ ചക്കടാന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ ഗായ്സ്. പക്ഷെ മരത്തുമ്പോൾ ചക്ക മേലെയാണ് 2 വലുത്, ബാക്കിയൊക്കെ താഴെയാണ്. ഇത് കുട്ടി ചക്കയാണ് കേട്ടോ. കണ്ടോ, മേലെ 2 ചക്ക ഉണ്ട്, അത് ഇടാൻ കഴിയൂല. മഴ പെയ്തിട്ട് മരത്തുമ്പോൾ ആകെ ഇങ്ങനെ വൈക്കലാണ്. അപ്പോൾ ഇവിടേക്ക് ഫസ്റ്റ് കയറുന്നില്ല. ഇവിടെ സെൽബിയാക്കുണ്ട്, നല്ല ഒരു അയൽവാസിയാട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാകുന്ന സമയത്തെ എന്ത് ഇറച്ചിക്കറി ആയാലും എല്ലാതും ഓലോടെ ഉണ്ടാക്കണമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരും കേട്ടോ. ആമിയാത്ത സെൽബിയാക്കാന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകണം. അവിടെ നല്ല അടിപൊളി ചക്ക ഉണ്ട് കേട്ടോ. ഇഷ്ടമാണ് അവിടുത്തെ ചക്ക. കുട്ടി ചക്കക്കാരും, പക്ഷേ നല്ല പഴുക്കൂല, ഒരു മീഡിയം പഴുപ്പായിരിക്കും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തൊള്ളയിൽ വെള്ളം പൊടിയാണ്. പക്ഷെ ഞങ്ങൾ പോയിട്ട് ചക്ക കിട്ടിയില്ല കേട്ടോ. അവിടെ ആന വന്നിട്ട് ഇങ്ങനെ ചക്ക ഇടുകയാണെന്നിട്ട് ഓല് ഒറ്റക്കാട്ടോ. സെൽബിയാക്കിയ താത്തി ഒറ്റക്കാണ്. ഒരു മോളെ കെട്ടിച്ചു കൊടുത്തുവാണ്. അപ്പോൾ പേടിയാണ് കേട്ടോ. പിന്നെ ആനൊക്കെ വരുമ്പോൾ അതുപോലെ എന്ത് ചെയ്തു, ചക്ക താഴെയുള്ള ചക്കകളൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തത്ര കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ചക്ക കിട്ടിയില്ല ഗായ്സ്. സെൽബിയാക്ക കീഞ്ഞിട്ടോ ഞങ്ങൾക്ക് ചക്ക കിട്ടിയില്ല. കിണിച്ചു, ചക്ക കിട്ടിയില്ല. ഇനി പോവുക നമുക്ക്. കാക്കച്ചപ്പ് വെച്ച് നേരെ ഉള്ളിൽ കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. പറിച്ച 2 കെട്ട് കിട്ടും. ഒരു വിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അമിയാത്താനോട് പോയിട്ട് ഇവിടെ നമ്മളെ പെരയ്ക്ക് കയറിയിരിക്കണ്. പെരയിൽ നിന്ന് നമുക്കൊരു അടക്കപ്പായം മാത്രം കിട്ടിയുള്ളൂ. ഓരോ മരത്തിൽ മീൻ മാങ്ങയില്ല, ഒരു കുന്തമില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം മാങ്ങ ഒക്കെ ഈ ഇവിടെ ഒക്കെ മാങ്ങ മരങ്ങളാണ്. അതിമൊക്കെ ഇഷ്ടം പോലെ മാങ്ങടും. നമ്മളതല്ലാന്നേ ഉള്ളൂ, എന്നാലും പറിച്ചാട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മളെ ഒരു മൂച്ചിയുണ്ട്, അതിമീ നല്ല മാങ്ങ ഉണ്ടാവും. അതൊരു മധുര മാങ്ങയാണ്, നല്ല പൊട്ടിയുള്ള. ഒന്നുമില്ല, മാങ്ങ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ വാതിൽ തുറന്നു നോക്കാനും പെരൻ്റെ ഉള്ളിൽ കയറാനേ ചാവി എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അയൽവാസി താത്താൻ്റെ കിണറാണ്. അപ്പോൾ താഴെക്കൂടെ ഇറങ്ങാൻ കഴിയണില്ല. അപ്പോൾ അതിൽ കൂടെ ഇറങ്ങാൻ വിചാരിച്ചു. നമ്മളെ പെരൻ്റെ സ്റ്റെപ്പ് പറ്റ പോയിക്കണേ. അപ്പോൾ കുട്ടീനെ കൊണ്ട് ഇറങ്ങാൻ കഴിയൂല. അപ്പോൾ അടുത്തോലും ഇതുപോലെ ഞങ്ങൾ പോലെ വേറെ സ്വന്തം പെര വെച്ചിട്ട് പോലും വേറെ പോയി. ഇവിടെയൊക്കെ പട്ടായില്ലാത്ത സ്ഥലമായതുകൊണ്ടേ കറണ്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇവലും പോയി. ഇവലും ഇതുപോലെ വാടകയൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ പെര നാശമായി കിടക്കുകയാണ്. ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായാലും കൊടുക്കലും വരലും പോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് ഞാനിങ്ങോട്ട് വന്നിട്ട് എങ്ങനെ 3-4 കൊല്ലമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ എന്തൊക്കെയോ ഓർത്ത് പോയിട്ടോ. പണ്ടത്തെ ഇങ്ങനെ ഓരോരോ
അപ്പം ഞങ്ങളിങ്ങനെ അയൽവാസികൾ ഇവിടെ ഉണ്ട്, ഈ പെരയിലുണ്ടായിന് അമ്മേ എന്ത് കറി വെച്ചാലും നല്ല രസമുണ്ടാവും. അപ്പം ഞാൻ പണ്ട് സ്കൂളിട്ട് വന്നാലൊക്കെ നാണിയാക്കാൻ്റെ ഇങ്ങനെ അവിടുത്തെ ഉമ്മാൻ്റെ കറി കുറച്ച് മേടിച്ചിട്ട് വന്നിട്ടൊക്കെ ചോറൊക്കെ തിന്നു കേട്ടോ. ഇങ്ങനെ കുറേ പണ്ടത്തെ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ ഈ തോട്ടത്തിലൊക്കെ നല്ല മത്തൻ്റെലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ കുറേ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ നിന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അങ്ങനെ കുറേ ഓർമ്മകൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ കുറേ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വന്നു കേട്ടോ. ചക്ക ഇങ്ങനെ പണ്ടത്തത് ഇങ്ങനെ ഇപ്പോൾ ആരുമില്ല. ഈ ഭാഗത്തത്തെ 2-3 കുടുംബങ്ങൾ പോയിക്കണം കേട്ടോ. ഞങ്ങൾ പോയി, ഈ പെരയത്തോർ പോയി, പിന്നെ അപ്പുറത്തൊരു പെരയുണ്ട്, പോലും ഇപ്പോൾ അവിടെ ആരുമില്ല കേട്ടോ. പിന്നെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പെര ഇതാക്കിയിട്ട് പോയിക്കണം. പെര വിറ്റിട്ടൊന്നുമില്ല, നമ്മളെ പെര നന്നാക്കിയിട്ട് വെക്കും കേട്ടോ. അമ്മ വന്നിട്ട് ഇങ്ങനെ ഒക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ സീറ്റൊക്കെ ഇട്ടിട്ട് നന്നാക്കിയിട്ട് വെക്കുകയെ. ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ചക്ക ഒന്നും കിട്ടിയില്ല. പിന്നെ മുട്ടായെടുക്കൽ കഴിഞ്ഞിട്ടേ ഞങ്ങൾ മൂത്താപ്പാൻ്റെ അവിടെ പോയിട്ടോ. ഞങ്ങളെ ഇപ്പാൻ്റെ ഫാമിലി മൊത്തം ഇവിടെയാണ് കേട്ടോ ഒറ്റയാൽ. അപ്പോൾ ഉമ്മാൻ്റെ ഫാമിലി ഗൂഡല്ലൂർ തൊർപ്പള്ളി അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ മുട്ടായെടുക്കലിൻ്റെ അന്ന് നേരെ മൂത്താപ്പാൻ്റെ അടുക്കാണ് പോയത്. അവിടെ ഒരു ദിവസം നിന്ന് പിറ്റേന്ന് തലേന്നാണ് കേട്ടോ അത്. അതാണ് താത്ത വറുത്തൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പെരയ്ക്ക് പോയിട്ട് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പെരയിൽ പോയി താത്ത ഡ്രസ്സ് മാറ്റി, ഞാനും കുട്ടികളൊക്കെ മാറ്റി, താത്ത ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ ഞങ്ങൾ പോകട്ടോ. പിന്നെ മൂത്താപ്പ പള്ളിക്കന്ന് ഒരു ചക്ക ഇട്ട് തന്നിനു. 50 ഉറുപ്പ്യാണ് ഒരു ചക്കക്ക് കേട്ടോ. അപ്പോൾ ഞാനും താത്തി ഓരോരോ ചക്ക മേടിച്ചു. എവിടെയും ചക്ക കിട്ടാൻ എന്തറിയോ, നമ്മൾക്ക് ആ ഭാഗത്തൊന്നും എവിടെയും ചക്ക കിട്ടാനില്ല. ഞങ്ങൾ നിൽക്കണോടത്തൊക്കെ ചക്കക്കൊരു ഭയങ്കരമായിട്ടൊരു പൂതിയായിരുന്നു. ചക്കയും മാങ്ങക്കൊക്കെ ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഒന്നും ഒരു പെരയിലും ഇല്ല ചക്കന്മാരും മാങ്ങന്മാരും ഒന്നും ഞങ്ങൾ നിൽക്കണോടത്തൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പെരയിലുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഇട്ടിട്ട് പോകാമെന്നുള്ളൊരു ലക്ഷ്യത്തിൽ വന്നതാണ്. അങ്ങനെ മൂത്താപ്പാൻ്റെ അവിടെയൊക്കെ പോയി ഞങ്ങൾ. അങ്ങനെ ഇത് ആപ്പാൻ്റെ ഓട്ടോറിക്ഷ കേട്ടോ. ആപ്പാൻ്റെ ഓട്ടോറിക്ഷ തന്നെ ഇങ്ങനെ പോയി. ഇതാണ് കേട്ടോ 50 ഉറുപ്പ്യ ചക്ക. എന്നാലും പള്ളിക്കൊക്കെ ഇല്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ മേടിച്ചു കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചുമ്പോഴല്ലേ എത്ര ചെറിയ ചക്ക 50 ഉറുപ്പ്യക്ക് കിട്ടിയെന്നൊക്കെ തോന്നുള്ളൂ. പള്ളിക്കെന്നായതുകൊണ്ട് അവർ കുഴപ്പമില്ല കേട്ടോ. പള്ളിക്കൊക്കെ അല്ലേ 50 ഉറുപ്പ്യ കൊടുത്തത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കഴിയാനായിട്ടോ. ഇതുവരെ ഉള്ളൂണ്ടായിന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പിന്നെ മെല്ലെ ആക്കിയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.